ഹലോ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് Praise ഷാജി the ജോൺ Lord. എന്നാണ്. Father's name is Father Saji John. കപ്പൂച്ചൻ ഫയറാണ്, കപ്പൂച്ചൻ സന്യാസിയാണ്. He's a Capuchin sannyasi. തൃശ്ശൂർ. Yeah, he's actually in a place called Mala, Thrissur district, Kerala. Okay. I look after some of the ഞാൻ ഇവിടെ കുറച്ച് കുട്ടികൾ നോക്കുന്നുണ്ട്. ഇവിടുത്തെ കുറച്ച് കുട്ടികൾ നോക്കുന്ന ഒരു ഡ്യൂട്ടി എനിക്കുണ്ട്. പിന്നെ he's responsible for a seminary here. Okay. അത്രേ ഉള്ളൂ. Okay. Yeah, that's all. Okay. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് എല്ലാ മക്കളെയും ഹാർദവം സ്വാഗതം ചെയ്യാണ്. I welcome everyone with a joyful heart. പരിശുദ്ധാത്മാവിന്റെ ഉണർവിന് വേണ്ടി കാത്തിരിക്കുക എല്ലാ മക്കളും. And I know that everybody is waiting for a Holy Spirit revival. എനിക്ക് കിട്ടിയ ചെറിയ വെളിപ്പെടുത്തൽ, ചില അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. I like to share some of the revelation that I have received and some of the experiences that I have received. Okay. സഭയുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുമ്പോൾ അത് ഹോളി സ്പിരിറ്റ് ആണ്. The one of the greatest treasure of the church is the Holy Spirit. സഭ എന്തുകൊണ്ട് ഇതുവരെയും സഭയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അനോയിന്റിംഗ് ഉള്ളതുകൊണ്ടാണ്. Why the church has not got destroyed is because of the anointing of the Holy Spirit. അതുകൊണ്ട് തന്നെ സഭ ഇനിയും നിലനിൽക്കുകയും ചെയ്യും. And that is why the church will continue to remain strong. യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ, when you read the Gospel of Saint John, യേശുവിന്റെ ജനനം, മരണം, കുരിശുമരണം, ഉത്ഥാനം. When you see about the birth of Jesus, his crucifixion and resurrection, എല്ലാത്തിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു. All the aim of the crucifixion, the birth, the crucifixion and resurrection, the aim was only one aim, only was there. പരിശുദ്ധാത്മാവ് തരാൻ വേണ്ടിയാണ്. That was to give us the Holy Spirit. യേശുക്രിസ്തുവിന്റെ ഏക ലക്ഷ്യം പരിശുദ്ധാത്മ നിറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് അവൻ ഭൂമിയിൽ അവതരിച്ചത്. The reason why Jesus was born on earth was that he may be filled with the Holy Spirit and live his life on earth filled with the Holy Spirit. യോഹന്നാൻ and Matthew, in John and Matthew, ധ്യാനിക്കുമ്പോൾ വ്യക്തമായ രീതിയിൽ ഈ ശിഷ്യന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. When you read the Gospel of Matthew and Saint John, you can find the apostles had lot of problem. The reason because they did not have the power of the Holy Spirit in their life. അതുപോലെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും കൺഫ്യൂഷനും പ്രയാസങ്ങളും പ്രലോഭനം ഉണ്ടായിരിക്കും. Yeah, if we also do not have the power of the Holy Spirit, we'll have confusions, we'll have problems, and we'll also have lot of temptations. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം കരസ്ഥമാക്കിയേ പറ്റൂ. So that is why you have to bring and you have to make the experience of the Holy Spirit your own. അതാണ് വിശുദ്ധ യോഹന്നാൻ 4:10 വായിക്കുന്നു. So that is what we find in John chapter 4 verses 10. Anybody can read? Jesus answered her, "If you knew the gift of God and who it is that is saying to you, 'Give me a drink,' you would have asked him, and he would have given you living water." Okay. Please read in Malayalam. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. അവൻ നിനക്ക് ജീവജലം തരും. ജീവജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. Yeah, he would have given you the living water, and the living water is the Holy Spirit. സമരിയക്കാർക്ക് ആ ജീവജലം കിട്ടാത്തതുകൊണ്ട് പാപത്തിൽ പെട്ടുപോയ 5 പുരുഷന്മാരുണ്ടായിരുന്നു. കാരണം ജീവജലം അവൾ കിട്ടാത്തതുകൊണ്ടാണ് ഇവൾ 5 പുരുഷന്മാരുടെ അരികിലേക്ക്
സുഖത്തിലേക്ക് അവൾ പെട്ടുപോകും. കാരണം ഈ ജീവജലം, പരിശുദ്ധാത്മാവുന്ന ജീവജലത്തിന്റെ അടയാളങ്ങളോ ലക്ഷണങ്ങളോ അനുഭവങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് അവൾ ഈ ലോക അശുദ്ധിയിൽ, ലോകമായയിൽ പെട്ടുപോകാൻ കാരണം. Yeah, the Samaritan woman was living in sin. She had 5 husbands. The reason was she did not have the living waters. Because of the lack of living waters, she had to undergo lot of sins in her life. അതുകൊണ്ടാണ് യേശുക്രിസ്തു സമരക്കാരി സ്ത്രീയോട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ലീവിംഗ് വാട്ടർ കിട്ടിക്കഴിഞ്ഞു. And that is why when Jesus was speaking to the Samaritan woman, while Jesus was speaking itself, she received the living waters. Then she kept അവർ കുടം അവിടെ വെച്ചിട്ട് പിന്നീട് അവൾ കിട്ടിയ ജീവജലത്തിന്റെ അരൂപി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അവൾ ഓടിപ്പോവുകയാണ്. So then after receiving the living water, she left the pot there and she ran to her village to speak about Jesus. അപ്പോൾ നാം കേൾക്കുന്ന തിരുവചനങ്ങൾ, വായിക്കുന്ന തിരുവചനങ്ങൾ, അത് പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട് നമ്മെ പുതിയ സൃഷ്ടിയിലേക്ക് അത് നമ്മളെ എടുത്ത് ഉയർത്തുകയും ചെയ്യും. The word that we are reading from the word of God is able to make us a new creation by the Holy Spirit. നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ പെന്തക്കോസ്തയ്ക്ക് ശേഷം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം സംഭവിക്കുന്നു. Because of the Holy Spirit. Yeah, we see in the life of the apostles, after the day of Pentecost, they had seen lot of signs and miracles because of the Holy Spirit. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും തെറ്റുകൂടാതെ അത് ഭംഗിയായി നിർവഹിക്കാൻ കാരണം ഈ ജീവജലത്തിന്റെ അരൂപിയാകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതുകൊണ്ടാണ്. The reason why they could do many things without any mistake is because of the living waters, the Holy Spirit in their life. ഈവൻ അവരുടെ സഹനത്തിന് പോലും പതറിപ്പോകാതെ വ്യക്തമായ രീതിയിൽ അത് അവരെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ പരിശുദ്ധാത്മാ അവരെ നയിക്കുന്നുണ്ടായിരുന്നു. സഹനത്തിന് മുന്നിൽ പോലും പതറിപ്പോകാതിരിക്കും. കാരണം ആത്മാവ് ശക്തമായ രീതിയിൽ അപ്പോസ്തലന്മാരുടെ മേൽ വ്യാപരിച്ചതുകൊണ്ടാണ്. Even in the time of suffering also, they were not shaken. They were supernaturally led by the Holy Spirit. Yes. The reason why they remained strong is because the Holy Spirit was moving among them. So, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, വിശുദ്ധമായി ജീവിക്കണമെങ്കിൽ, മാത്യു ചാപ്റ്റർ 5, 6, 7 ആഴത്തിൽ ധ്യാനിച്ച് ജീവിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെയും യേശു ക്രിസ്തുവിന്റെയും ദൈവിക രഹസ്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ. If you really want to live a life of holiness, you need to meditate upon the scripture which Father mentioned right now. Without that, you cannot live a life of holiness here on earth. എസ്പെഷ്യലി പ്രത്യേകമായിട്ട് മത്തായി 5, മത്തായി 6 അധ്യായം, മത്തായി 7 അധ്യായം ഈ ദൈവത്തിന്റെ തിരുവചനങ്ങൾ വ്യക്തമായ രീതിയിൽ അത് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ അത് ചെയ്യാൻ പറ്റുകയില്ല. If you want to live a life of holiness and follow up the scriptures in Matthew chapter 5, 6 and 7, you cannot do it without the Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവുള്ളവരെ വ്യക്തമായി തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. Where those who have the Holy Spirit, you need to recognize those people who have the Holy Spirit in them. പരിശുദ്ധാത്മാവ് ജ്ഞാനമില്ലെങ്കിൽ നമ്മുടെ ദൈവിക ചിന്തകളെ തോൽപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വ്യത്യസ്തമായ രീതിയിൽ അശുദ്ധാത്മാക്കൾക്കും ഈ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. സോ വി നീഡ് ദ ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. Without the wisdom of the Holy Spirit, the powers of darkness can defeat us. So that is why we need the Holy Spirit in our life. അതാണ് നമ്മുടെ 1 യോഹന്നാൻ 4 അധ്യായം 1 വാക്യം വായിക്കുന്നു. Beloved, do not believe every spirit, but test the spirits to see whether they are from God. For many false prophets have gone out into the world. Exactly. അപ്പം ഈ ശക്തമായ Father, let them read in Malayalam. Okay, fine. 1 യോഹന്നാൻ 4:1. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു.
ഈ വചനം എഴുതിയത് 2000 വർഷം മുമ്പാണ്. This word was written 2000 years ago. സോ ഈ കാലഘട്ടത്തിൽ വ്യാജ പ്രവാചകന്മാരുടെ അതിപ്രസരമാണ്. And we know at these times we have lot of false prophets. സോ ദാറ്റ് നമുക്ക് ശക്തമായ രീതിയിൽ അനോയിന്റിങ്, പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റത്തക്ക രീതിയിൽ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. We need to receive the power of the Holy Spirit so that we will be able to discern the spirits working in different people. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കുറച്ച് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ കിട്ടുകയില്ല. If you have to discern the Holy Spirit, studying in the university is not enough. നമ്മുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നമ്മുടെ പഠനം കൊണ്ടോ ഒന്നും പരിശുദ്ധാത്മാവിനെ അങ്ങനെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുകയില്ല. By our intelligence, by our education, by our studies, you cannot receive the Holy Spirit. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മേൽ വിശുദ്ധിയും നിഷ്കളങ്കതയും എളിമയും ദാഹവും ഒരുമിച്ച് പ്രവർത്തിക്കണം. Yeah, if you want to receive the Holy Spirit, you need to be thirsty, you need to be innocent, you need to be humble, and you need to be holy. എങ്കിൽ മാത്രം മനസ്സാക്ഷി അനുസരിച്ച് ഉള്ളിന്റെ ഉള്ളിൽ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ പറ്റുള്ളൂ. Then only the Holy Spirit can speak deep within us. സോ നമുക്ക് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അഭിനിവേശം, ദാഹം, കൊതി, ആ ഒരു തീക്ഷ്ണത രാവും പകലും എപ്പോഴും ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കണം. Yeah, we should have the desire for the Holy Spirit, the greediness for the Holy Spirit, day and night. It should be boiling within us. The desire for the Holy Spirit should be boiling within us day and night. നമ്മൾ എവിടെ സഞ്ചരിച്ചാലും എവിടെ പോയാലും നമ്മളൊപ്പം കൂടെ സഞ്ചരിക്കുവാനും കൂടെ വഴി നടത്തുവാനും കൂടെ പിശാചുകൾ തിരിച്ചറിയുവാനും കൂടെ നിൽക്കുന്ന വ്യക്തികളെ മനസ്സിലാക്കുവാനുള്ള പ്രത്യേകമായ ഒരു അനോയിന്റിങ് നമ്മൾ എവിടെ പോയാലും നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചു വേണം നമ്മൾ സഞ്ചരിക്കേണ്ടത്. No matter wherever we go, we need to go with the Holy Spirit so that we will be able to recognize people we meet and that we might recognize different kind of spirits wherever we go. അതാണ് മാത്യു ചാപ്റ്റർ 10 അത് വായിക്കാം. മാത്യു ചാപ്റ്റർ 10 വേഴ്സസ് വാക്യം 19 മുതൽ 20 വരെ വായിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ വരുമ്പോൾ നമ്മുടെ ഒരു വ്യവസ്ഥ എങ്ങനെ ആകുന്നുവെന്ന് യേശു പറയുകയാണ്. മാത്യു അധ്യായം 10:19-20. When they hand you over, do not worry about how you are to speak or what you are to say, for what you are to say will be given to you at that time. For it is not you who speak, but the Spirit of your Father speaking through you. മത്തായി 19:20. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാവ് എന്ന് പറയുന്നത് പിതാവിന്റെ നാവായി മാറും. പിതാവിന്റെ നാവ് പരിശുദ്ധാത്മനാവായി മാറും. നമ്മുടെ നാവ് പിതാവിന്റെ നാവിനെ പോലെ, അത് പരിശുദ്ധാത്മാവിന്റെ നാവിനെ പോലെ ആത്മാവ് പ്രവർത്തിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. Yeah, so we are told here that our tongue shall become the tongue of the Father, and the tongue of the Father is the tongue of the Holy Spirit. So we need to understand that our tongue will become the tongue of the Father by the Holy Spirit. നമ്മുടെ ടങ്, അതാണ് വചനം പറയല്ലേ, വിലകെട്ട് സംസാരിക്കാതെ സദ്ഗുണങ്ങൾ മാത്രം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ നാവിനെ പോലെയാകും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നാവിനെ പോലെ നമ്മുടെ നാവിനെ ദൈവാത്മാവ് എടുത്ത് രൂപാന്തരപ്പെടുത്തും. Yeah, that is why the word of God tells us, if you utter what is precious and not what is worthless, you shall serve as my mouth. So that is what happens to us. The Lord will change our tongue and make our tongue. The Holy Spirit will change our tongue and make it an useful tongue. ഈ ഭൂമിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ആത്മാവിന്റെ ജ്ഞാനമാകുന്ന ടങ്ങിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടതുകൊണ്ടും പരിശുദ്ധാത്മാവും നമ്മൾ ഇല്ലാത്തതുകൊണ്ടുമാണ്. The reason why we have so much a problem on the earth today is because we have lost the wisdom
and we have lost the holiness of our tongue, and because we do not have the Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായി വലിയൊരു കൂട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ വിശുദ്ധിയോടെ നമ്മുടെ നിലപാടുകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. Yeah, only if you have an intimacy with the Holy Spirit, you will be able to grow forward in holiness on the earth. തിന്മകൾക്ക് മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. Then only we can remain strong in the presence of evil. Then only നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയിൽ ആരാണെന്നും എന്താണെന്നും എങ്ങനെയുള്ള വ്യക്തിയാണെന്നും വ്യക്തമായ രീതിയിൽ നമ്മൾ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മ നമ്മൾ സംസാരിക്കും. ഇത് ഇസ് നോട്ട് സ്പിരിറ്റ്, ഇറ്റ് ഇസ് എ പേഴ്സൺ. Yeah, so we have to understand that when you have intimacy with the Holy Spirit, you will be able to discern what kind of spirit is working in a person standing in front of us. കൂടാതെ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ വെറും സ്പിരിറ്റ് അല്ല, അത് എക്സാക്ട്ലി ഒരു വ്യക്തിയെ പോലെ നമ്മോട്, ഫ്രണ്ടിന് പോലെ നമ്മോട് സംസാരിക്കും, നമ്മളെ എണീപ്പിക്കും, നമ്മുടെ എല്ലാ കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞു തരും. Yeah, so the Holy Spirit is not a spirit but a person. Like a friend, he'll be with us, he'll wake us up and he will talk. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, നിരാശയുണ്ടെങ്കിൽ ഉറക്കത്തിൽ പോലും എഴുതിപ്പിച്ചിട്ട് നല്ല വ്യക്തമായ രീതിയിൽ എടാ സഹോദര, മകനെ വിളിച്ചുകൊണ്ട് വ്യക്തമായ രീതിയിൽ ഈ വചനം എടുത്ത് വായിക്കുക. അഗസ്റ്റീനെ മനസ്സിലെടുത്തിയ പോലെ ചില വചനങ്ങൾ തന്ന് വ്യക്തമായ ക്ലാരിറ്റിയോട് ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെ നമ്മെ ബലപ്പെടുത്തുന്ന രീതിയിൽ ആ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന അവസ്ഥ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. So when we go through depression and sadness, the Holy Spirit will wake us up and he will speak to us. He will tell us to read the word of God. The same thing that happened in the life of Saint Augustine, the same thing will happen to us also, and these things have happened to me also. Okay. നമുക്കറിയാം, കാറ്റിനെ കാണുവാൻ പറ്റുകയില്ല, We cannot see the wind, പക്ഷെ അനുഭവിക്കാൻ പറ്റും. but we can experience the wind. ചൂടിനെ കാണാൻ പറ്റുകയില്ല, We cannot see the heat, ബട്ട് അനുഭവിക്കാൻ പറ്റും. but we can experience the heat. ബട്ട് തണുപ്പിനെ കാണാൻ പറ്റുകയില്ല, We cannot see the cold, പക്ഷെ അനുഭവിക്കാൻ പറ്റും. but we can experience the cold. സെയിം വേ പരിശുദ്ധാത്മ ഒരുപക്ഷെ നമുക്ക് ചില വ്യക്തികൾ പെട്ടെന്ന് കാണാൻ പറ്റുകയില്ല, ബട്ട് വി ക്യാൻ എക്സ്പീരിയൻസ്, വി ക്യാൻ ടോക്ക് ദ പേഴ്സൺ. Yeah, so many times we this is a truth that we cannot see the Holy Spirit, but we can experience the Holy Spirit and we can talk to the Holy Spirit. അതിനുവേണ്ടി ഒരു ക്വാളിറ്റി ഉള്ളൂ, ആ ദാഹവും ആ കൊതിയും വേണം. The only quality we need is we need to become thirsty and greedy for the Holy Spirit. Okay. Hallelujah, hallelujah, hallelujah. Hallelujah. നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുവാൻ കടന്നു വന്നതാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit has come to help us in our weakness. സോ ഈ വീക്ക്നെസ്സിനെ സോൾവ് ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായ പ്രവൃത്തി, ശക്തമായ ഒരു ഇന്റിമസി നമ്മുടെ ജീവിതത്തിൽ വന്നേ പറ്റൂ. Yeah, if you have to solve your weakness, you need to have the intimacy with the Holy Spirit. The Holy Spirit has to come and we need to have the intimacy to overcome our weaknesses. അതുകൊണ്ടാണ് യേശു പറയണേ, ഞാൻ നിങ്ങളെ വിട്ട് പോകും. That's why Jesus said, I will leave and go. കാരണം Because 3.5 വർഷക്കാലം യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളവും എല്ലാം കണ്ടിട്ട് പോലും തങ്ങൾ ആരുടെ വലിയവരെന്ന ചിന്തയുണ്ടായിരുന്നു. even though they saw so much miracles of Jesus, they were considering among themselves who is greater. Hallelujah, 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 hallelujah. അപ്പോ അങ്ങനെ പറയുമ്പോൾ യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് പോയാൽ മാത്രമേ സ്വർഗത്തിൽ നിന്നും ഒരു ആത്മാവിന്റെ ഒരു അനോയിന്റിങ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പോയാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും ഒരു ദൂതന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ. വ്യക്തമായ രീതിയിൽ യേശു പഠിപ്പിക്കാൻ തുടങ്ങി. So Jesus started teaching that if I don't go, the Holy Spirit will not come upon you. യേശു പറഞ്ഞു, എക്സാക്ട്ലി ലൈക്ക് മീ, എന്നെ പോലെ തന്നെ
ഒരുവൻ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളെ സഹായിക്കാൻ വരും. So Jesus said, exactly like me, someone will come to help you. കാരണം Because യേശുവിന്റെ എല്ലാ അത്ഭുതങ്ങളും ലാസറിനെ ഉയർപ്പിച്ചത് കണ്ടിരുന്നു, രൂപാന്തരപ്പെട്ട് കണ്ടിരുന്നു, പിന്നെ സമുദ്രത്തിൽ നടന്നു കണ്ടിരുന്നു, 5 അപ്പം കൊണ്ട് 5000 വരെ പോറ്റി കണ്ടിരുന്നു. എല്ലാ അത്ഭുതങ്ങളും മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് കണ്ടിട്ട് പോലും ഈ ശിഷ്യന്മാർക്ക് എന്താണ് പരിശുദ്ധാത്മാവെന്ന് വെളിച്ചം ഉണ്ടായിരുന്നില്ല. even though they had seen a lot of miracles that Jesus had performed, including the raising of Lazarus, multiplication of the bread, so many miracles also, the apostles are not able to understand who the Holy Spirit is. നമുക്കറിയാം, യേശു ജെറുസലേമിൽ പോകുമ്പോൾ യേശുവിന് പുറകിൽ നിന്നുകൊണ്ട് കുശു ഇങ്ങനെ എന്തൊക്കെ വർത്തമാനം പറയുന്ന ഒരു സംഭാഷണം ഉണ്ടായിട്ടുണ്ട് അവിടെ. മാത്യുവിലാണ്. When Jesus is walking towards Jerusalem, some people behind was sitting and talking, standing and talking. Among them, there's something push, they were talking. അപ്പോൾ യേശു അവിടെ വെച്ച് മിണ്ടുന്നില്ല. യേശു അതിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് തർക്കിച്ചത്? അവിടെ തർക്കിച്ച ഒന്നേ ഉള്ളൂ, ഞങ്ങളിൽ ആരുടെ വലിയവൻ എന്ന ഒരു തർക്കം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. Jesus did not talk to them at that time. When he went to the house, he spoke to them and asked them, what were you all talking among yourselves? What they were talking among them, who is greater? പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന മുമ്പായിട്ട് ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്ന മനോഭാവം, തങ്ങൾ ആരുടെ വലിയവൻ. പിന്നെ സമരയിലൂടെ കടന്നുപോയ യോഹന്നാൻ പറയുണ്ടായി, സ്വർഗത്തിന് അഗ്നി ഇറക്കി ഈ ജനത്തെ നശിപ്പിക്കണം. കേട്ടോ, പരിശുദ്ധാത്മാവ് നിറയുന്ന മുമ്പായിട്ട്, ഹോളി സ്പിരിറ്റ് നിറയുന്ന മുമ്പായിട്ട് മാനുഷികമായ രീതി ചിന്തിക്കുന്ന രീതി ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. Yeah, before receiving the Holy Spirit, they wanted to know who is greater among them, and they wanted to call down fire on the Samaritan village. And we can find that before receiving the Holy Spirit, they had a human way of thinking. അപ്പം യേശു പഠിപ്പിച്ച എല്ലാ പ്രബോധനങ്ങളും ഈ ശിഷ്യന്മാരുടെ തലമണ്ടയിൽ ഒന്നും കേറിയിട്ടില്ല. Jesus had taught so many things, but nothing had entered the mind and heart of the apostles. അതുകൊണ്ട് യേശുവിന് കാര്യം മനസ്സിലായി, So then Jesus understood the problem. So ജീസസ് ഇവരെ വിട്ടു പോയാൽ മാത്രമേ ഇവരെ തലമണ്ടയുടെ അകത്ത് കയറുന്ന രീതിയിൽ ആത്മാവ് വരാൻ പറ്റുകയുള്ളൂ. So Jesus understood that until if it doesn't go, when he goes only, the Holy Spirit will come and enter their minds and hearts. അപ്പം അതാണ് യേശു പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, പരിശുദ്ധാത്മാവ് നിറയാതെ ജെറുസലേം വിട്ട് പോകരുത് എന്ന് പറയാൻ കാരണം, പരിശുദ്ധാത്മ വന്നാൽ മാത്രമേ ശിഷ്യന്മാരുടെ മേൽ ആത്മാവിന്റെ ജ്വലനവും, വെറും മത്സ്യത്തൊഴിലാളിയായിരുന്ന ഈ ശിഷ്യന്മാർ പിന്നീട് ലോകത്തിന് മുമ്പിൽ സാക്ഷികളായി തീരണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമെന്ന് യേശു വ്യക്തം അറിയാമായിരുന്നു. So Jesus told them that to wait in Jerusalem, where Jesus knew until the Holy Spirit does not come upon them, they will have no change in their lives. So that is why the Lord told them to wait for the Holy Spirit to come upon them. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അത് അറിവല്ല, അത് കൃപയാണ്. The Holy Spirit is not a knowledge, it is a grace. ഗ്രേസ്. അപ്പം നമ്മുടെ ആത്മാവിൽ, ശരീരത്തിലും ആത്മാവിന് കൃപ സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും ആത്മാവിനെയും ചിന്തകളെയും നിയന്ത്രിച്ച് വിശുദ്ധിയോടെ പടവെട്ടാൻ പറ്റുകയുള്ളൂ. Only when we receive grace in our spirit and our body, we will be able to control our eyes, our tongue, our thoughts, and then only we can grow in the holiness of God. Yes. Hallelujah. യേശു നന്ദി. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശു സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മനുഷ്യ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഭരണം നടത്തുവാൻ
വന്നവനാണ് പരിശുദ്ധാത്മാവ്. So the Holy Spirit came to remain in the hearts of men and to take control and to rule. നമ്മെ പ്രകാശിപ്പിക്കുവാൻ, നമ്മെ അഭിഷേകമുള്ളവരായി മാറ്റുവാൻ വേണ്ടി വന്നവരാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit came to make us anointed and make us full of light and to make us shine. പിശാചിനുമേൽ വിജയം വരുത്തുവാൻ വേണ്ടി വന്നവരാണ് പരിശുദ്ധാത്മാവ്. He came so that we can have authority over the power of darkness, over Satan. നമ്മെ രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരാണ് പരിശുദ്ധാത്മാവ്. So the reason why the Holy Spirit came to transform us and take us to heaven. ജഡികരായ നമ്മളെ ആത്മീയരാക്കി മാറ്റുവാൻ വന്നവനാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit came so that we who are fleshly will become spiritual people. ഭൗമികരായ നമ്മെ സ്വർഗീയ മക്കളായി മാറ്റുവാൻ വന്നവനാണ് നമ്മുടെ ഹോളി സ്പിരിറ്റ്. The Holy Spirit came that we who are earthly people to become heavenly people. അതുപോലെ തന്നെ ഇരുട്ടിലായിരിക്കും നമ്മെ പ്രകാശത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit came for all those who are in darkness to lead them into the light. അടിമകളായ, പാപത്തിന്റെ അടിമകളായി ജീവിക്കുന്ന നമ്മളെ ദൈവത്തിന്റെ മക്കളായി മാറ്റുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പൊന്ന് പിതാവാണ് The Holy പരിശുദ്ധാത്മാവ്. Spirit came down from heaven in order to make us, we who were slaves of sin, into the children of God. So, my dear people, ജനമേ, ഞാൻ വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവ് കൂടാതെ ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് ജീവിതമാകില്ല. You cannot live on this earth without the Holy Spirit. It cannot become a life without the Holy Spirit. നന്ദി. ഒരു കുഞ്ഞു കുട്ടിക്ക് അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ശബ്ദം കേൾക്കണം, അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും തലോട് അനുഭവിക്കണം. എങ്കിൽ മാത്രമേ ആ കുഞ്ഞുകുട്ടി ആ നിഷ്കളങ്കതയോടും വിശുദ്ധിയോടും ജീവിക്കാൻ പറ്റുള്ളൂ. Only if a small child receives the touch of the parents, of the father, then only the child can grow very maturely. The same way, പരിശുദ്ധാത്മാവുമായി നമ്മൾ എപ്പോഴും ഇന്ററാക്ഷനും സ്നേഹവും സംസാരവും ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ മാത്രമേ ആ വ്യക്തി പക്വതയോടെ വിശുദ്ധിയോടെ തന്റെ ദിനചര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. Only if you have a continuous relationship with the Holy Spirit, continue to talk to the Holy Spirit, have intimacy with Him, then only you can go forward and become mature. നമുക്ക് അപ്പോസ്റ്റൽസ് കാണാൻ പറ്റും. പെന്തക്കോസ്ത വേളയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാവരുടെ മേൽ ഒരുപോലെയാണ് പരിശുദ്ധാത്മ ഇറങ്ങി വന്നത്. So on the day of Pentecost, we see when the Holy Spirit came, all the apostles were equally filled with the Holy Spirit. അവിടെ ആരും ചോദിക്കുന്നില്ല, ആദ്യം പത്രോസിന് മേൽ വരണം, അല്ലെ ആദ്യം യോഹന്നാന്റെ മേൽ വരണം, അല്ലെ ആദ്യം ബർത്തലോമിന്റെ മേൽ വരണം എന്ന് ആരും ചോദിക്കുന്നില്ല. ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സെയിം അനോയിന്റിംഗ് ആണ് എല്ലാവരും ലഭിച്ചത്. ഓരോ അഭിഷേകമല്ല, വ്യത്യസ്ത അഭിഷേകമല്ല, പരിശുദ്ധാത്മ 11 അപ്പോസ്തലന്മാർക്കും ഒരുപോലെയുള്ള അനോയിന്റിംഗ് ആണ് അവർക്ക് ഇറക്കി കൊടുത്തത്. So when they were praying together, they were all equally filled with the Holy Spirit. Not that the first Peter was filled and John was filled, but they were all equally filled with the power of the Holy Spirit. അവിടെ നിങ്ങൾ ആരുടെ വലിയവനെന്നോ സമ്പത്തുണ്ടാക്കണമെന്നോ വെട്ടണമെന്നോ തൊഴിക്കണമെന്നോ ഒന്നും അവിടെ സംഭാഷണമില്ല. There was no discussion how to make money, how to become a big person. There was no discussion like those things. അവിടെ തർക്കം ഉണ്ടാകുന്നില്ല, അവിടെ തർക്കമേ ഇല്ല. There is no argument there. So the same way we had to അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ റൂമിന്റെ അകത്ത് നമ്മൾ കൊണ്ടുവരണം. In the same way, we need to bring the Holy Spirit into our room.
ഞാൻ ചോദിക്കട്ടെ, Let me ask one question. കരിക്കട്ടയെ തീക്കട്ടയായി മാറ്റണം എന്ത് ചെയ്യണം? To make a charcoal into a fire, what we need to do? നാം ക്ലാസ് കൊടുത്താൽ മതിയോ? Just by giving class can we convert a charcoal to a flaming coal? 10 പ്രസംഗം കാച്ചിയാൽ മതിയോ? Just by preaching 10 sermons, can we turn a charcoal into a flaming coal? കുറച്ച് സെമിനാറുകൾ പങ്കെടുത്താൽ മതിയോ? Just by attending a seminary, can we change a charcoal to a flaming coal? കരിക്കട്ടയെ തീക്കട്ടയാകണമെന്ന് പറഞ്ഞാൽ മതിയോ? Just simply by telling that charcoal is a flame of fire, will it become a flame of coal? ഒന്നും നടക്കില്ല. Won't happen. ഈ കരിക്കട്ട തീക്കട്ടയിലേക്ക് ചെന്ന് വീണാൽ മാത്രമേ നാം ആകുന്ന കരിക്കട്ട തീക്കട്ടയായി മാറത്തു. ചെന്ന് വീഴണം, പരിശുദ്ധാത്മാവിൽ ചെന്ന് വീണാൽ മാത്രമേ നാം ആകുന്ന കരിക്കട്ട, ജഡമാകുന്ന കരിക്കട്ട, അശുദ്ധമാകുന്ന കരിക്കട്ട തീക്കട്ടയായി ചൊരിക്കുവാൻ പറ്റത്തുള്ളൂ. Yeah, only when the charcoal comes and falls the flaming coal, then only it will start burning. In the same way, only when we fall on the Holy Spirit, then only we can catch fire. പിന്നെ ഒരു ക്ലാസ്സിന്റെ ആവശ്യമില്ല, ഒരു സെമിനാറിന്റെ ആവശ്യമില്ല, ആരും ഒന്നും പറയുന്നുണ്ട്, എല്ലാം കിട്ടിക്കോളും അങ്ങോട്ട്. Then automatically we'll be on fire. അങ്ങനെയാണ്. അപ്പം ഈ സഭ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങളെല്ലാം, തിയോളജി ആൻഡ് ഫിലോസഫി, തത്വശാസ്ത്രം, ദൈവശാസ്ത്രം എല്ലാം only one focus on to lead the Holy Spirit. All that the church is teaching through theology and philosophy has only one focus. പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടുക എന്നതാണ് സഭയുടെ മർമ്മപ്രധാനമായ എല്ലാ ടീച്ചിങ്ങുകളുടെയും രഹസ്യം. One of the secret teaching, one of the main teaching and the main point of teaching is that all of us of the Catholic Church is that we should encounter the Holy Spirit. എല്ലാ ടീച്ചിങ് പരിശുദ്ധാത്മാവിന്റെ ഒരു പോയിന്ററാണ്. എല്ലാം പരിശുദ്ധാത്മാവിൽ പോകാനുള്ള പോയിന്ററാണ് ഈ സഭയുടെ എല്ലാ പ്രബോധനവും ടീച്ചിങ്ങുടെയും ധ്വനി. All the teachings of the church points us to the Holy Spirit. സോ ആ ഒരു സ്പിരിറ്റിനെ സ്വീകരിക്കണം, ആ ഒരു ആത്മാവിന്റെ അഭിനിവേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചേ പറ്റൂ. So we need to receive the Holy Spirit. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ 119 കരിക്കട്ടകൾ തീക്കട്ടയായി മാറാൻ കാരണം അവർ ആത്മാവിൽ ഒരുമിച്ച് ഒരു ഹൃദയത്തോട് അമ്മയോട് ചേർന്നിരുന്ന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചപ്പോഴാണ് 119 കരിക്കട്ടകൾ പിന്നീട് തീക്കട്ടകളായി കത്തോലിക്ക സഭ വളരാൻ കാരണം. അതുകൊണ്ടാണ് The reason why the 119 charcoals became flaming coals is because they had a desire, they were thirsty, and together with Mother Mary they prayed, and then the Holy Spirit came on them, and these charcoals became flaming coals. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് വൈകുന്നേരം സ്നാക്സ് കൊടുക്കും. So when children come from school, we give them snacks. ഞാൻ ഒരു സംഭവം ഇവിടെ പറയാണ് ഞാൻ. I just want to share one experience. 2 കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നു. 2 children after school they came home. അപ്പൊ അമ്മച്ചി അവിടെ മാർക്കറ്റിൽ ചെന്ന് നല്ല നമ്പർ 1 ചിക്കൻ വാങ്ങിച്ച് മസാല പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. So mommy had gone to the market, bought a chicken, applied the masalas and kept it. അപ്പം മക്കൾ വന്നിട്ട് ചോദിച്ചു, അമ്മച്ചി മമ്മി കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് വിശക്കുന്നു പറയണ്ടായി. So children will came and they will come and tell, oh we are hungry. That is how they will tell. അപ്പൊ അമ്മച്ചി പറയണ്ടായി, മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഉച്ചയ്ക്ക് പോയി മാർക്കറ്റിൽ പോയി നല്ല നമ്പർ 1 നാടൻ ചിക്കൻ വാങ്ങിച്ച് മസാല പുരട്ടി വെച്ചിരിക്കെ പോയി കഴിച്ചോ മക്കളെ എന്ന് പറഞ്ഞു.
So the mother will tell, see, I went outside, brought a chicken, and I applied the masala and kept, you can go and eat. അപ്പം മക്കൾ ചെന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ മസാല പുരട്ടി ഫ്രഷ് ചിക്കൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ മക്കൾ അമ്മയ്ക്ക് ബുദ്ധിയില്ല, ജ്ഞാനമില്ല, വിവേകമില്ല. ഇങ്ങനെയാണ് മക്കൾ സംസാരിക്കുമ്പോൾ മക്കള് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ പിണങ്ങിപ്പോയി റൂമിലേക്ക് പോയി. So the children went to see, and when they saw it, they found the chicken just covered up with masala, and they came to the mother, got angry, and went to their rooms. But after കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ ചീനച്ചട്ടി എടുത്തു. And after some time, the mummy took out that pot. Then അതിൽ എണ്ണ ഒഴിച്ച് ആ മസാല പുരട്ടിയിരുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട്. And then put oil in the pot, and then put the chicken into the pot, flaming pot. കുറച്ച് സമയം കഴിയുമ്പോൾ ആ ചിക്കന് സ്മെല്ലുണ്ടല്ലോ റൂമിനകത്ത് കയറിപ്പോയി. And then the smell of the fried chicken started moving into the rooms of the children's. അപ്പൊ ചിൽഡ്രൻസ് സ്മെല്ല് വന്നപ്പോൾ ചോദിക്കണ്ട, അമ്മച്ചി ചിക്കൻ സ്മെല്ല് വരുന്നുണ്ട്, ചിക്കൻ സ്മെല്ല് വരുന്നു, എവിടെ നിന്ന് സ്മെല്ല് വരും ചോദിച്ചാൽ മക്കൾ ഓടി റഷായിട്ട് ഇങ്ങനെ റൂമിലേക്ക് അങ്ങനെ കിച്ചനകത്ത് കയറി വരികയാണ്. And the children are running out of the room saying, "Mummy, the chicken smell is coming, fried chicken smell is coming," and they came rush towards the kitchen. നോക്കിയപ്പോൾ തൊട്ട് മുമ്പേ ഈ മക്കള് കൊള്ളുകയില്ലെന്ന് പറഞ്ഞിട്ട് പോയ അതേ സെയിം ചിക്കൻ തന്നെയാണ് പിന്നീട് അമ്മച്ചിയെ ചീനച്ചട്ടിയിൽ ഇട്ടപ്പോൾ അതിന്റെ കാറ്റഗറി, അതിന്റെ ടേസ്റ്റ്, അതിന്റെ സ്മെല്ലൊക്കെ മാറി. Yeah, so there's the same chicken which the children have told it is of no use. When that same chicken the mother took, put it in a pot, put oil in it, put it in the pot and fried it, the category changed. ഇതുപോലെയാണ് നമ്മൾ പരിശുദ്ധാത്മാവ്. This is how the Holy Spirit is. നമ്മുടെ മേൽ മസാല പുരട്ടിയ പരിശുദ്ധാത്മ ജ്ഞാനസ്ഥാന കൂദാശയിലൂടെ നമ്മുടെ മേൽ പുരട്ടി വച്ചിരിക്കുന്ന വലിയൊരു അനോയിന്റിംഗ് ഉണ്ട്. We have received a great anointing through various, like masala being applied on a chicken. We have also received various anointing through various sacraments, like baptism and through various sacraments. അത് പൊള്ളിക്കേണ്ടതുപോലെ പൊള്ളിച്ച് കഴിഞ്ഞാൽ, കത്തിക്കേണ്ടതുപോലെ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് രുചികരമായ രീതിയിൽ ടേസ്റ്റ് ആകുന്ന രീതി, നമ്മുടെ അടുത്ത ആൾക്ക് ഓടിക്കൂടുന്ന രീതിയിൽ പൊള്ളിക്കേണ്ടതുപോലെ വചനത്തെ വച്ച് നിറച്ച് പൊള്ളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രീതി മാറും. So if we can fry ourselves, then we shall become very useful, where a lot of people will come to us and they will also catch fire, and it shall be tasty to them also. പലപ്പോഴും നമ്മുടെ ജീവിതം സംഭവിക്കുന്ന ഈ പൊള്ളിക്കാത്ത ചിക്കനെ പോലെയാണ് നമ്മുടെ പരിശുദ്ധാത്മ ഇരിക്കുന്നത്. So many times it's like us, as if the chicken is applied, only masala is applied and kept. That is how we are. സോ മൈ ഡിയർ, ദൈവത്തിൽ പറയുന്നു, നമ്മൾ ആയിരിക്കുന്ന ജ്ഞാനസ്ഥാന കൂദാശയിലൂടെ നാം സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ആഴത്തിൽ അങ്ങ് സ്വീകരിക്കാം. So the Holy Spirit that we received through baptism, we have to deeply receive that Holy Spirit into our life. പലപ്പോഴും ജ്ഞാനസ്ഥാന കൂദാശ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ പരിശുദ്ധാത്മാവിനെ വേണ്ടത്ര രീതിയിൽ നാം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. Even though we have received the Holy Spirit through baptism, we have not promoted it. The Holy Spirit is unknown God for our life now. Yeah, the Holy Spirit is like an unknown God. നമ്മൾ അറിയാത്ത ദൈവത്തിനെ പോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ. പലപ്പോഴും നമ്മൾ ജ്ഞാനസ്ഥാനവും സൈരലേപൻ എടുത്തതിനു ശേഷം നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിക്കാതെയും പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാതെയും വന്നിട്ട് and confirmation and we have not talked to the Holy Spirit. Here ിരിക്കുമ്പോൾ ഒരു ബന്ധവുമില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ കാരണമാകും. So even though we receive the Holy Spirit and we are not in touch with the Holy Spirit, we have no connection with the Holy Spirit, and our life continues like that. ഒരു വ്യക്തി ഉള്ളിൽ വന്നിട്ട് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. If somebody was come inside and having so much of burden in him, and that person is the Holy Spirit.
അപ്പം അവന് നമ്മുടെ ജീവ നവീകരണത്തിന് വേണ്ടി, ജീവിത വിശുദ്ധിക്ക് വേണ്ടി ഒരു ആത്മീയ സൗഹൃദം, ആത്മീയ ബന്ധം, ആത്മീയ കാഴ്ചപ്പാടുകൾ നമ്മൾ വളർന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് പ്രകാശമായി നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. In the life of holiness, only if we come in intimacy with the Holy Spirit, we will be able to give that light to others also. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ മാർപ്പാപ്പ വന്നിട്ട് ഉമ്മർത്തെഴുതുമോ നമ്മള്? If Pope Francis comes to our house നമ്മൾ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോവോ? and we go to the kitchen to cook, മക്കള് പത്രം വായിക്കാൻ പോവോ? and children will go and read newspaper, നമ്മുടെ ഹസ്ബൻഡ് പിന്നെ എന്താണ് സാധനം വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോവോ? and our husband or the father will go outside to buy things. മാർപ്പാപ്പ വന്നിട്ട് മാർപ്പാപ്പയോട് സംസാരിച്ചാൽ മാത്രമേ മാർപ്പാപ്പ ഹാപ്പി ആവത്തുള്ളൂ. So only when the Pope Francis has come to your house, and if you talk to him only, then only he will be happy. പലപ്പോഴും നമുക്കിത് സംഭവിക്കാറുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വന്ന പരിശുദ്ധാത്മാവുമായി ആത്മീയ സംഭാഷണം ചെയ്യാതെ ലോകത്തിൽ മാത്രം ചില സമയങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധ കൊടുക്കാതെ പോകുമ്പോൾ ഇതുപോലെ പരിശുദ്ധാത്മ വല്ലാതെ വേദനിക്കുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. So I have felt many times the Holy Spirit has come into our lives and we don't talk to him and we get involved in too much of things of this world, and I have experienced the pain and the sadness of the Holy Spirit inside me. അതാണ് യേശു ക്രിസ്തു തൻ ഉദ്ധാരണത്തിന് ശേഷം ശിഷ്യന്മാരുടെ നാസാന്തരങ്ങൾ അവൻ ഊതി എന്ന് പറയുന്ന വചനം. We see that after Jesus rose again, he breathed into the nostrils of the apostles. അപ്പം ഈ ഊതൽ എന്ന പ്രക്രിയ ഉൽപ്പത്തിയിൽ മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ അവൻ ജീവശ്വാസം നൽകി അവരെ ഊതി. ഉൽപ്പത്തിയിൽ നടന്ന അതേ ഹോളി സ്പിരിറ്റ് അനോയിന്റിങ് ന്യൂ ടെസ്റ്റ്മെന്റിൽ യേശു ക്രിസ്തു തിരിച്ചു നൽകപ്പെട്ടു കഴിഞ്ഞു. So we see that in the Genesis we see that the first Adam, the Lord blew breath on him, and the same thing happened when Jesus rose again and when he blew upon the apostles. അത് അപ്പോസ്തലന്മാർ മാത്രമല്ല, അപ്പോസ്തല സഭയിൽ നിൽക്കുന്ന സകലമാന മക്കൾക്കും അത് ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞു, കൊടുത്തും കഴിഞ്ഞു. Yeah, it is not only the apostles, but all the children of the church have been given and have received. So my dear, ഈ ഒരു ആത്മാവിനെ സ്വീകരിച്ച മക്കളാണ് നാം ഓരോരുത്തരും. So we have to remember that we are the ones who have received this Holy Spirit. ഇതാണ് പുറപ്പാട് 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുന്നു. അവിടെ എന്താ വായിക്കുന്നേ? പുറപ്പാട് 13 Exodus 13:28 ആണ് അച്ഛാ പറഞ്ഞത്. 22 13:22. Neither the pillar of cloud by day nor the pillar of fire by night left its place in front of the people. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിനിവേശം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം അപ്പോസ്തലന്മാരുടെ ഒപ്പം സഞ്ചരിച്ചതുപോലെ, മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും സഞ്ചരിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ പത്രോസ് നടന്നു പോയപ്പോൾ അവിടെ രോഗം സൗഖ്യപ്പെട്ടതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് മേഘസ്തംഭത്തെ പോലെയും അഗ്നിസ്തംഭത്തെ പോലെയും വെളിച്ചമായിക്കൊണ്ടിരിക്കും. So once the Holy Spirit becomes active in our life, he shall be like the fire and the glory that was journeying with the Israelites. And the same Holy Spirit that moved Peter, the same Holy Spirit will be light within us when he becomes active in our lives. അതാണ് ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 2 വായിക്കുന്നു. 1 Corinthians chapter 2. ആത്മാവിന്റെ ചില ക്വാളിറ്റീസിനെ കുറിച്ച് അവിടെ നമ്മൾ പ്രതിപാദിക്കുകയാണ്.
1 Corinthians chapter 2. ചാപ്റ്റർ 2 ആണ് 12 ആണോ? 12 കൃപാവരങ്ങൾ 12 ആണ് അച്ഛാ. 12 ആ 12. 12 chapter 1 Corinthians chapter 12. Verses, Father. വേഴ്സസ് ജ്ഞാനം ബുദ്ധിയെ കൊണ്ട് ജ്ഞാനം ബുദ്ധി ആലോചന. Verses it is from 8 onwards. 8 to 9. 8 9 10. From 7 onwards, to each is given the manifestation of the Spirit for the common good. To one is given through the Spirit the utterance of wisdom, and to another the utterance of knowledge according to the same Spirit. To another faith by the same Spirit. To another the gifts of healing by the one Spirit. To another the working of miracles. To another prophecy. To another the discernment of spirits, to another various kinds of tongues, to another the interpretation of tongues. All these are activated by one and the same Spirit, who allots to each one individually just as the Spirit chooses. മലയാളത്തിൽ വായിക്കുക. 1 കൊറിന്തോസ് 12-12 അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഓരോരുത്തരും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്കു വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാനും വരം നൽകുന്നു. വേറൊരുവന് ആത്മാക്കൾ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും. ഇതിൽ These are the gifts and the charisms of the Holy Spirit. ഇത് നമ്മൾ പ്രാപിച്ചേ പറ്റൂ. These are the things that we need to receive. ഈ അനോയിന്റിംഗിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. For this anointing we have to desire this and we need to change our life upside down in order to receive these things. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. എനിക്കറിയാവുന്ന ആലപ്പിയുള്ള വിക്ടർ ഉണ്ടായിരുന്നു. I know one person, brother Victor from Cochin. ഓക്കെ. ഈ വിക്ടർ ബ്രദറിനെ എനിക്കറിയും. പക്ഷേ ഈ വിക്ടർ ബ്രദർ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ മദ്യത്തിന്റെയും മറ്റു ദുഷിയിൽ പെട്ടുപോയ മനുഷ്യനാ. പിന്നീട് അത് വചനം വായിച്ചതിന് ശേഷം ഈ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറഞ്ഞ വലിയൊരു ശുശ്രൂഷകനായി പിന്നീട് മാറിയതായാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. Yeah, the history tells us he was an alcoholic and he led a life in his own way, but later on he kept reading the word of God and he was filled with the gifts and the fruits of the Holy Spirit. ഈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയുടെ പ്രകാശമായിട്ട് മാറാൻ പറ്റുള്ളൂ. ഭൂമിയുടെ ഉപ്പായി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. Yeah, only if you have the fruit of the Holy Spirit, you can only be the light and the salt on the earth. പരിശുദ്ധാത്മാവുമായി ഒരു വലിയ കൂട്ടുകെട്ട് നമ്മൾ സ്ഥാപിച്ചെടുക്കണം. We have to build a relationship with the Holy Spirit. ഒരിക്കലും വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനങ്ങളോ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചകളോ പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാ ഇഷ്ടങ്ങളും ഈ കൃപകളും നമ്മുടെ മേൽ മാംസം ധരിക്കാൻ സാധിക്കും. We should remember that the Holy Spirit is journeying with us and we should not make him sad. And if we don't make him sad, all that we read now will all take place in our life. നമ്മൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച് cooking food and doing other things also, we need to talk to the Holy Spirit. അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. Yeah, I like to say something.
ഞാൻ വീട് വിസിറ്റിംഗ് പോയിരിക്കുകയായിരുന്നു ഒരു ദിവസം. One day I had gone to visit a family. അപ്പൊ ഫാമിലിയിൽ വിസിറ്റ് ചെയ്യുന്ന ഈ സമയത്ത് ഒരു കുട്ടിയുടെ റൂമിലേക്ക് ഞാൻ കയറി ചെന്നു. So I walked into the room of a child. Then അവിടെ രണ്ട് ചെയർ ഉണ്ടായിരുന്നു. ഒരു ചെയറിൽ ഞാൻ ഇരിക്കാൻ പോയി. And two chair was there, and one chair I sat down. കുഞ്ഞു പറയുണ്ടായി, അച്ചോ ബ്രദറെ ആ ചെയറിൽ ഇരിക്കാൻ പാടില്ല, ആവർത്തിച്ച് പറയുണ്ടായി. So the boy said, don't sit on the chair, don't sit on the chair. അപ്പൊ ഞാൻ ചോദിച്ചു, കുഞ്ഞ് എന്ത് പറ്റിയത് അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. So I asked the child, why you say that I should not be sitting on the chair? പെൺകുട്ടി ഏകദേശം ഒരു 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയെ തോന്നുന്നു, എനിക്കിപ്പോ ഓർമ്മ ശരിയാണെങ്കിൽ. That girl I think was studying in 6th or 7th. അപ്പൊ ആ കുട്ടി പറയുണ്ടായി, അച്ചോ ആ ചെയറിലാണ് എന്റെ പരിശുദ്ധാത്മാവ് വന്നിരിക്കണേ. That is the chair where my Holy Spirit comes and sits. ഈ ചെയറിൽ ഞാൻ ഇരിക്കും, മറ്റേ ചെയറിൽ ഞാൻ പഠിക്കുമ്പോഴും ഞാൻ എല്ലാ കാര്യം ചെയ്യുമ്പോഴും എന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ ചേറിൽ കൊണ്ടിരുത്തും. എന്റെ പരിശുദ്ധാത്മാവ് ചേറിലിരിക്കും. ഞാൻ പഠിക്കുമ്പോൾ ഈ ചേറിൽ ഞാൻ ഇരിക്കും. ആ ചേർ പരിശുദ്ധാത്മ ഇരിക്കും. ചേർ ആയതുകൊണ്ടാണ് ബ്രദറെ ഞാൻ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കണേ. So when I sit here, the Holy Spirit sits in the other chair. So when I continue to study, he will be sitting on the other chair. എന്റെ അപ്പച്ചൻ ഉറങ്ങും, അമ്മച്ചി ഉറങ്ങും, അവരുടെ ഇതിലേക്ക് പോകും. എപ്പോഴും എന്നേരവും എന്നോടൊപ്പം സംസാരിക്കുകയും എന്നോട് വിശേഷങ്ങൾ പറയുകയും എന്റെ സങ്കടങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന ചേർ ആയതുകൊണ്ടാണ് സ്നേഹത്തോടെ അച്ഛനോട് പറഞ്ഞ് അച്ഛാൽ ഇരിക്കേണ്ടെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. My parents will go away to sleep and I will be alone, and the Holy Spirit will be sitting on the chair and he'll be talking to me and speaking to me, and that is why I told you out of love not to sit on this chair. ഈ അനുഭവം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. This experience changed my life upside down. ഈ ഫിലോസഫിയും തിയോളജി പഠിച്ച് എന്നെ ഈ കുട്ടിയുടെ ആ ഒരു ആത്മീയതയിലേക്ക് ഉയരാൻ പറ്റിയില്ലേ എന്ന് ഓർത്തുള്ള ഭാരത്താൽ ഞാൻ വല്ലാത്ത രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. So I started getting very much burdened because all that the theology and philosophy, all my studies could not give that spirituality that this girl had. പിന്നെ ഒത്തിരി ഞാൻ ആത്മാവിന്റെ ആ രഹസ്യത്തെ കുറിച്ച് അന്വേഷിക്കുവാനും അതിനെക്കുറിച്ചും ധ്യാനിക്കുവാൻ പിന്നീട് എന്നെ ഒത്തിരി സഹായിച്ചു. Then I started trying to spend time understanding the Holy Spirit and trying to find out much about the Holy Spirit. അതിനുശേഷം ഈ കുട്ടിയെ ഞാൻ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. അതിനുശേഷം After that, after many years, I see this child. അപ്പം ഈ കുട്ടി പിന്നീട് ഒരു ഡോക്ടറായി മാറി UK-യിൽ വിഭാഗം ചെയ്തിട്ട് നല്ലൊരു ഹസ്ബൻഡുമായി കല്യാണം കഴിച്ച് കുറച്ച് കുഞ്ഞുങ്ങളുമായിട്ട് നല്ല ഹാപ്പിയായിട്ട് UK-യിൽ ജീവിക്കുന്നതായി ഈ കുട്ടി എന്നോട് പറയുണ്ടായി. So then the Lord, after many years, I met this girl. The girl told me she's in UK with her husband and she has children and she's a medical doctor also. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പരിശുദ്ധാത്മ ബന്ധം? അവൾ പറഞ്ഞു, I asked her, how is your relationship with the Holy Spirit? അന്നുണ്ടായതിനേക്കാൾ 10 മടങ്ങ് എന്റെ ഹസ്ബൻഡിനെക്കാളും മക്കളെക്കാളും ഞാൻ സൗഹൃദം സ്ഥാപിച്ചിരിക്കും. ഇന്നും എന്റെ പരിശുദ്ധാത്മാവെന്ന് പറയുണ്ടായി കുട്ടി. So she said, I have now 10 times more relationship with the Holy Spirit than I had that time. And I have more relationship with the Holy Spirit than my husband and my children. അപ്പൊ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ഒഫീഷ്യൽ വർക്ക് ഉണ്ടെങ്കിലും ഹസ്ബൻഡ് വൈഫ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ബന്ധം, ഈ പരിശുദ്ധാത്മാവ് ആഴപ്പെട്ട ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ഏത് പരാജയങ്ങളും വിജയമേ മാറും. ഏത് ടെംപ്റ്റേഷനെയും ഏത് തോൽവികളെയും വൻ വിജയമാക്കുവാൻ ഈ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സാധ്യമാവും. No matter how busy we are and how much active we are, we can have a wonderful relationship with the Holy Spirit. Only through that we can overcome different kinds of temptations in our life. So എന്റെ ജനമേ, ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ പരിശുദ്ധാത്മാവോട്, My people, I am only saying one thing to you. ഈ പരിശുദ്ധാത്മാവോട് ഈ കുഞ്ഞു കുട്ടികളെ പോലെ കൂട്ടുപിടിച്ച് ഒന്ന് കളിച്ചും തമാശ പറഞ്ഞും ചിരിച്ചും വർത്തമാനം പറഞ്ഞും നിൽക്കുമ്പോൾ നമ്മൾ ശരീരത്തിന് മേൽ ചില വൈബ്രേഷൻസും പല ഫീലിങ്സും വലിയ ചൂടും തണുപ്പും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. Yeah, but like a small child, we need to talk to the Holy Spirit and communicate with him and play with him, joke with him, and as we do that, we start feeling his manifestations in our body,
like a heat, like coldness, like some kind of joy, some kind of power we'll experience in our body. അവസാനമായ ഒരു വിശുദ്ധ കാര്യം പറഞ്ഞു നിർത്തുകയാണ് ഞാൻ. Now, one thing I'm saying, and I'm going to end it. ജോൺ മാർ വിയാനി, Yeah, John Maria Vianney was a saint. പുള്ളി പഠിക്കുന്ന സമയത്ത് മരമണ്ടനെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു വലിയൊരു ഒരു ബ്രദറായിരുന്നു. അച്ഛാ മനസ്സിലായില്ല. ഓക്കെ, പഠിക്കുന്ന സമയത്ത് ജോൺ മാർ വിയാനി മരമണ്ടൻ എന്ന രീതിയിൽ സങ്കല്പിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രദറായിരുന്നു. Yeah. So when he was studying, he was considered to be a person without any intelligence. അപ്പൊ പുള്ളിക്ക് തിയോളജിയും ഗ്രീക്കും ഹീബ്രുവും അരാമയ്ക്കും ലത്തീനും പഠിക്കാൻ പറ്റില്ലായിരുന്നു. So he was not able to study Greek, Hebrew, and other streams of that seminarian education. അപ്പം അവിടെ ഇവാലുവേഷൻ നടന്നപ്പോൾ ജോൺ മാർ വിയാനിയെ അച്ഛനാക്കണ്ട എന്ന രീതിയിലുള്ള തീരുമാനം അവിടുത്തെ അധികാരികൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. So when they took an evaluation, the father decided not to allow him to become a priest. പക്ഷേ അവസാനമായി അവിടുത്തെ ബിഷപ്പ് ചോദിച്ചു, ജോൺ മാർ വിയാനിക്ക് എന്താണ് പ്രത്യേകമായുള്ള ഒരു വാസന? So the bishop inquired, what is something that is that he likes, or something that he desires, or what is there in him, something that is there in him. അധികാരികൾ പറഞ്ഞു, ജോൺ മാർ വിയാനി രാത്രിയാമങ്ങളിൽ മുട്ടിൽ നിന്നുകൊണ്ട് കൊന്തയും പരിശുദ്ധാത്മാവുമുള്ള ബന്ധത്തിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. So the authorities told the bishop that we have seen in the early morning watch, he kneels down to pray, he prays the rosary, and he talks to the Holy Spirit. അത് കേട്ട മാത്രയിൽ ബിഷപ്പ് പറഞ്ഞു, ജോൺ മാർ വിയാനിയെ വൈദികനാക്കണം, മറ്റൊരു ക്വാളിറ്റി വേണ്ട. And then as soon as the bishop heard it, he said, you have to make John Vianney a priest. മരമണ്ടനായിരുന്ന ജോൺ മാർ വിയാനിയെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ ശേഷം പിതാവ് പറയുണ്ടായി, ജോൺ മാർ വിയാനി പഠനത്തിൽ മണ്ടനായിരിക്കാം, എന്നാൽ പരിശുദ്ധാത്മാ ബന്ധത്തിൽ സ്ട്രോങ് ആണെന്ന് ബിഷപ്പ് മനസ്സിലാക്കിയപ്പോൾ ബിഷപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച്, അധികാരി നിർദ്ദേശമല്ല, ബിഷപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ജോൺ മാർ വിയാനിയെ വൈദ്യനാക്കുകയും ആസിസിലേക്ക് പറഞ്ഞു വിടുകയും അവിടുത്തെ ഇടവക ജനത്തെ നവീകരിക്കുവാനും ശുദ്ധീകരിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അനോയിറ്റിങ്ങിലൂടെ ജോൺ മാർ വിയാനി പിന്നീട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി. So we see that even though he was a man without intelligence, the bishop understood that he was a man who was in friendship with the Holy Spirit, and that is why he was allowed to become a priest. And then he was given a new appointment in a parish where he brought powerful changes, a renewal and revival among the parishioners. അപ്പം ജോൺ മാർ വിയാനെ പോലെ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു കഴിഞ്ഞാൽ John Vianney also was filled with the Holy Spirit. നമ്മളും ഇതുപോലെ നിറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേണ്ടെന്നേ, വലിയ എഡ്യൂക്കേഷൻ, വലിയ പാണ്ഡിത്യവും വലിയ തിയോളജി ഒന്നും വേണ്ടെന്നേ. ഈ പരിശുദ്ധാത്മാ ബന്ധവും പരിശുദ്ധമ്മയുള്ള ബന്ധവും ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കുടുംബത്തെ പ്രശ്നമില്ലാത്ത കുടുംബമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, മക്കളെ നേരായ വഴിയിൽ കൊണ്ടുപോകാൻ പറ്റും. Yeah, even though we may not have any much education, what we need is a relationship with the Holy Spirit and the Heavenly Mother. Then we will be able to carry our families without much difficulties on the earth. ഇതുപോലെ അനേക വിശുദ്ധരുണ്ട്. നമുക്കും ഇതുപോലെയുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവ് ജോൺ മാർ വിയാനി, അമ്മ ത്രേസ്യ, മദർ തെരേസ, കൊച്ചുത്രേസ്യ ഇവരെ പോലെ അവർ ആത്മാവ് നിറഞ്ഞ് ജീവിച്ചതുപോലെ നമുക്ക് പ്രത്യേകമായ ഒരു അനോയിന്റിങ് തമ്പുരാൻ ഈ ദിവസം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ കൂടി എല്ലാവർക്കും ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ 21 ഡേയ്സിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഉജ്ജ്വലനം, പെന്തക്കോസ്തിൽ ഇറങ്ങി വന്ന അതേ ആത്മാവിന്റെ ചൈതന്യം ഈ കൂട്ടായ്മ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മാർത്ഥത്തിൽ നേരിട്ടുകൊള്ളുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ സമാധാനവും ശാന്തിയും രക്ഷയും പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപകളും വരങ്ങൾ കൊണ്ട് ഇവിടെ കൂട്ടായ്മ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ എല്ലാവരെയും സമ്മതം അനുഗ്രഹിക്കട്ടെ. ആമേൻ. Yeah, I pray that all of you all will experience the Holy Spirit, the fullness of the Holy Spirit in your life. And I desire that as the saints in the old were filled with the Holy Spirit and lived in the Holy Spirit, that is what I'm desiring for each one of you in this 21 days school.
അപ്പൊ തുടർന്നുള്ള ശുശ്രൂഷ നടക്കട്ടെ. ഇപ്പോൾ അച്ഛ കുറച്ച് സമയം പ്രാർത്ഥിപ്പിക്കുക. നമ്മൾ എല്ലാവരും സ്തുതിക്കാം. അച്ഛൻ കുറച്ച് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി. പിന്നെ അച്ഛൻ ബ്ലെസ്സിംഗ് തരിക. അതാണ് അതിനുള്ള രീതി. നാളെ ചെയ്തി. യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് തുടർന്ന് നമുക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശുശ്രൂഷ നടക്കട്ടെ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഭാഷാപരത്തിൽ നമുക്ക് പൂർണ്ണമായി we'll all pray in tongues and we'll continue. All of us join together and praise God. Say hallelujah, praise the Lord, or pray in tongues. That's all we do. Hallelujah. Thank you, Lord. Hallelujah. Thank you, my Father.
Jesus. Hallelujah. Thank you. So anybody want to share any of your experience, you can share. Then Father will give the final blessing. Anybody want to share anything, you can share anything, any inputs that you receive from the Holy Spirit, you can share. Hello, Father. Hello, brother. I saw a vision of a dove, and the dove, their eyes were just looking at me, and it was just nodding its head, and I felt him flying closer to me. Then after some time, I saw a gush of water. It was very powerful, like with lot of force, the water was coming, and I could sense it is coming closer and closer, and I felt I'm drowning in that water. That's what I saw the vision. Yeah. Anybody else want to share anything? You can share. Praise the Lord, Father and brothers and sisters. Yes, Yeah, some messages for the people.
Victoria, God calls you for higher calling and to be consistent with the Holy Spirit. 26 persons are receiving the grace to hear his voice. I saw a vision of Jesus putting a small blue cloth on my head, and the interpretation I got is a special grace given by the Lord. I saw a vision of Jesus as well as a fire, and Jesus put his radiance on my face, and the radiance signifies God's glory. Or the Holy Spirit said. Next, Jesse, God heals your disease. Then I saw a vision of Jesus walking on something, and Jesus told me he is there with me always. Then Jesus is delivering the group from gossip. Then, Anne Pereira, God is giving you another gift. And then I saw a vision of St. Vincent Pallotti, and he is interceding for the group. Then I saw a vision of Father R.G. John holding a chalice, and God's glory is coming out of the chalice. Then to 4 persons, God, Jesus is giving a Bible. And I heard the Holy Spirit say to me, you are going to experience me more closely. Holy Spirit said, deliverance is taking place for many minds. And then Jesus put an unknown language in my mind and gave the verse Acts 2:42. And they held steadfastly to the apostles' teaching and fellowship, to the breaking of the bread and to the prayers. Thank you, Jesus. Praise you, Jesus. And anybody else want to share anything? Praise the Lord. ഹലോ Yes, yes. വചനം കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. Yeah, as I was sharing the word of God, I started feeling the experience of the Holy Spirit. പിന്നെ പറഞ്ഞോ, മലയാളത്തിൽ പറഞ്ഞോ. പിന്നെ നന്നായിട്ട് വിട്ടുകൊടുത്ത് സ്തുതിക്കാൻ സാധിച്ചു. I was able to allow myself to praise God more powerfully. പിന്നെ കഴിഞ്ഞു പോയ കാലങ്ങളിലെ കുറച്ച് സഹനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഇപ്പോൾ ബോധ്യമായി. അതെനിക്കൊരു തെറ്റിദ്ധാരണയായിട്ട് മനസ്സിലുണ്ടായിരുന്നു. Yeah, actually, I had a lot of suffering in the past. By hearing this class, I could feel why the sufferings had come in my life. അതിനിപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ സഹനം എന്നുള്ളതിന് എനിക്കൊരു ഇത് കിട്ടി. അതെന്തോ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഇത്രയും നാൾ മനസ്സിൽ. Yeah, I got a clarification by hearing the class about the sufferings that I had gone through. I had a lot of sadness at that time, but now I've got a clarification. Okay, hallelujah. യേശുവേ നന്ദി. Anybody else? Praise the Lord. Yes, brother. Yes, Linda. Yes, Brother, I've been sick for few past week, and I've been admitted, and I was feeling very weak. But after last night, God sees a deep heart. So I believed and I surrendered and I slept. As usual, morning I woke up for prayer, but I was very tired and weak. So I wanted to lie down and praise God. But around 5 a.m., I felt a very strong presence, and somebody woke me up, and I felt the presence of God standing, Holy Spirit standing in person next to me and waking me up. And that minute I woke up and I knelt as I was and started praising and glorifying Him. And He gave me the verse Exodus 14:14, that be still and I'll fight for you. Like, praise God. And anybody else want to share anything? Yes, brother. Today, although I've read the Bible several times, but when Father was sharing some of these words, I've noted them down. I had not seen those, I've got, I would say, rather clarity. I've seen the newness in the word which was shared today. Though I've read them earlier several times, I felt like I've never noticed those things. Like, for example, I've also put my status, Matthew
6 to 7, blessed are those who hunger and thirst for righteousness, for they will be filled. Because these days I've been like thirsting that, I should work on my like holiness and all of that. And I've been trying for that, and I've been praying for that. And when I read this, it really touched me, and I feel encouraged that that my effort, which I'm putting to work on my holiness, to work on changing myself. I feel that God is going to help me. So several words I've noted down, brother, which have like I would say jumped up to me, which did not earlier. Thanks be to God for the things that got cleared today. And yeah, as usual, I felt today much more presence of the Holy Spirit, and that was very evident throughout the time that Father was sharing. So thank you, Father. So Father Shaji, you can give us a blessing. You can unmute. It's you have to unmute. Okay. Yeah. Blessing can be given in English because most of them are. I think few Malayalis have left. I think few of them have left. I think so. Okay. Except 1 or 2 or 3 are there. Can give both in English and Malayalam also, no problem. The Lord be with you. And And with your also spirit. with your spirit. May Almighty God bless you, your family, your relatives, those who are in the group now presently. May Almighty God bless you abundantly for 4 generations. Like Abraham, Isaac, Jacob, blessed by Jehovah. The same way, I bless you, all of them, in the name of the Father, Son, the Holy Spirit. Amen. 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 God bless you. Amen. 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 Okay, thank you very much, Father. Thank you. Thank you, Come Father. again. Praise the Lord. Thank you, Father. Come Thank you, again. Father. Come again. Father. Thank you. Welcome, Thank you, Father. Holy Spirit, brother, Pada. Welcome, Holy Spirit, in the songs. Welcome, Holy Spirit, in songs. And 4 lines. Father, send you sing the song, Welcome Holy Spirit song, 4 lines. Welcome, Holy Spirit. We We are in your presence. Fill us With your power. Live inside inside of Inside of me. me. Welcome, Holy Welcome, Holy Spirit. Spirit. We are We in are in your your presence. presence. Fill us Fill with us with your power. inside of me. You're the living Living water, never Never drying drying fountain, comforter and comforter and counselor. Take complete Complete control. control. You're the living water, never drying fountain, comforter and counselor. Take complete control. Welcome, Holy Spirit. We are in We are in your presence. presence. Fill us with your power. Live inside of us. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of This is blessed you abundantly. Thank you. Thank you very much. Praise the Lord, Father. Thank you so much. Thank you, Father. Thank you, everyone. Thank you, brother. Thank you all. So Father, come again. Okay. Thank you, For God grace. Yes, Father, we would Okay. like to hear you. Okay, Father, bye.
Bye, Father. Bye.